അമേരിക്കയിൽ അനധികൃതമായിട്ട് താമസിക്കുന്ന എല്ലാ ആൾക്കാരെയും, ഇന്ത്യക്കാരെ ഉൾപ്പെടെ, അമേരിക്ക അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. ഇപ്പൊ ഇന്ത്യക്കാരുൾപ്പെടെ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് മടങ്ങി വരുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഈ ഒരു അവസരത്തിൽ തന്നെ മറ്റൊരു വാർത്തയും അമേരിക്കയിൽ നിന്ന് വരുന്നു. അമേരിക്കയിലെ സിറ്റിസൺഷിപ്പ് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റും. ഡൊണാൾഡ് ട്രംപ് അങ്ങനെ ഒരു നയം കൊണ്ടുവരാൻ പോവുകയാണ്. സിറ്റിസൺഷിപ്പിന് തുല്യമായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ഗോൾഡൻ വിസ. നമ്മൾ ഈ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ കേട്ടത് UAE ആയിട്ട് ബന്ധപ്പെട്ടാണ് ഗോൾഡൻ വിസയെ കുറിച്ച് കേട്ടത്. അത് തന്നെയാണ് അമേരിക്കയിലും കൊണ്ടുവരാൻ പോകുന്നത്. UAEയിൽ ഗോൾഡൻ വിസ കിട്ടാൻ കുറച്ചുകൂടെ നടപടിക്രമങ്ങൾ എളുപ്പമാണ്. കാര്യം ഇപ്പൊ നമ്മളെ പോലുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു 2 മില്യൺ UAE ദിർഹം അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ എങ്ങാനും ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ 2 മില്യൺ ദിർഹം എന്ന് പറയുമ്പോൾ ഇന്നത്തെ വാല്യൂവിന് ഏതാണ്ട് 4.5 കോടി അല്ലെങ്കിൽ 4,60,00,000 വരും. അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ വിസ കിട്ടും. അപ്പൊ നമുക്ക് ഈ വിസ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ എപ്പോൾ വേണമെങ്കിലും പോകാനും വരാനും അവിടെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ബെനിഫിറ്റ്സ് കിട്ടും. അതാണ് UAE ഗോൾഡൻ വിസ എന്ന് പറയുന്നത്. അതിപ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് ഒന്നും ഇല്ലാതെ തന്നെ അവർക്ക് കിട്ടും. പല രീതിയിൽ അവർ പറയുന്നുണ്ട്. ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത്ര, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇത്ര, അങ്ങനെ അവർ പറയുന്നുണ്ട് ക്രൈറ്റീരിയ. ഏറ്റവും നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് പൈസ ഉണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 2 മില്യൺ ദിർഹം ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് UAEയുടെ ഗോൾഡൻ വിസ കിട്ടും. ഇത് 100ലധികം രാജ്യങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗോൾഡൻ വിസ ലോകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്കും EB-5 എന്ന് പറയുന്ന രീതിയിലൊരു വിസ ഓൾറെഡി ഉണ്ട്. അത് 1990 വരുന്നതാണ്, 1990. ആ EB-5 വിസയിൽ നമ്മൾ $10 ലക്ഷം US ഇൻവെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആയിരിക്കണം മിനിമം. അതുപോലെ തന്നെ അവിടെ 10 പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സിൽ ആയിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതാണ് EB-5 വിസയുടെ പ്രത്യേകത. ആ EB-5 വിസയെ മാറ്റിക്കൊണ്ടാണ് ട്രംപ് പുതിയ ഗോൾഡൻ വിസ കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഗോൾഡൻ വിസയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ്ട് സിറ്റിസൺഷിപ്പിന് ഇക്വലന്റ് ആണ്. നമുക്ക് US പൗരന്മാർക്ക് കിട്ടുന്ന ഗ്രീൻ കാർഡിന് ഇക്വലന്റ് ആയിട്ടുള്ള സകല ആനുകൂല്യങ്ങളും കിട്ടും. പക്ഷേ ഒരു സാധാരണക്കാരന് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ സാധാരണക്കാരന് എടുക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. $50 ലക്ഷം നമ്മൾ ഇതിനു വേണ്ടി ചെലവാക്കേണ്ടത്. $50 ലക്ഷം എന്ന് പറയുമ്പോൾ ഇന്നത്തെ വാല്യൂ അനുസരിച്ച് 43.5 കോടി ഇന്ത്യൻ രൂപ. അപ്പൊ ഇന്ത്യയിലെ ബില്യണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. പിന്നെ അങ്ങനെ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അമേരിക്കയിൽ ഇത്ര നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കൂടുതൽ പൈസ ഒന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. ടാക്സ് അടച്ചും മറ്റു പല രീതിയിൽ അവിടെ സ്പെൻഡ് ആയി പോകത്തേ ഉള്ളൂ. അതിനേക്കാളും എത്രയും നല്ലത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഏറ്റവും കൂടുതൽ ബില്യണേഴ്സും ഒക്കെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യം UAE ആണ്, അല്ലെങ്കിൽ ദുബായ് ആണ് അവരുടെ പ്രിഫേർഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഈ പ്രശ്നമൊന്നുമില്ലാതെ 4.5 കോടി അല്ലെങ്കിൽ 5 കോടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് UAEയുടെ ഗോൾഡൻ വിസ നേടുന്നതായിരിക്കും അതിനേക്കാളും ബെറ്റർ. എന്തായാലും അമേരിക്കയുടെ സിറ്റിസൺഷിപ്പ് കിട്ടുന്നതിന് നമുക്കിനി 43.5 കോടി രൂപ ചെലവാക്കിയാൽ അതിനുള്ള പൈസ ഉണ്ടെങ്കിൽ കിട്ടും.